കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്റർ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിത്തെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾക്ക് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതേപോലെ തന്നെ അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ് എന്നുള്ള ഈ രണ്ട് ചാപ്റ്ററാണ് മൊഡ്യൂൾ 2ൽ നമ്മൾക്ക് വരുന്നത്. ഈ രണ്ട് ചാപ്റ്റേഴ്സിലും നമ്മൾക്ക് പ്രോബ്ലംസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ തിയറി എന്ന് പറയുന്നതും സെയിം പാറ്റേണിൽ വരുന്നതാണ്. പക്ഷെ എമൗണ്ടിൽ വരുന്ന ഡിഫറൻസ് ആണ് നമ്മളുടെ പ്രോബ്ലത്തിൽ നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതേപോലെ തന്നെ ട്രസ്റ്റിലും വരുന്നത്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന തിയറി ഇതിൽ വരുന്ന തിയറീസ് ഇതാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ആ കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടില്ല. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലൂടെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഇതുവരെയും ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്നും ചോദിച്ചിട്ടില്ല. ഈ ബുക്ക് നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ കുറേ ഉണ്ടാകും. പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ബുക്കിലുള്ളത്. എന്നാലും ഇതിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫസ്റ്റ് മൊഡ്യൂളും അതേപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളും. ഈ രണ്ട് മൊഡ്യൂളിലും അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്, അതിന്റെ എമൗണ്ടിൽ വരുന്ന വേരിയേഷൻസ്. ഇത് മാത്രമാണ് നമ്മൾ ഈ മൊഡ്യൂൾസിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്റർ നോക്കാം. അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കുക. ഓക്കെ, സോ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 3 ഓഫ് ദ ട്രസ്റ്റ് ആക്ട് 1882. എ ട്രസ്റ്റ് ഇസ് ആൻ obligation annexed to the ownership of property and arising out of a confidence, respondents in and accepted by the owner are declared and accepted by him for the benefit of another or of another and the owner എന്നുള്ളതിനെയാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷനും ഓണർഷിപ്പും ഈ രണ്ടും തമ്മിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് ബെനിഫിറ്റും അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി ആ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനെയാണ് നമ്മൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ലീഗലി ക്രിയേറ്റഡ് ഒരു എൻറ്റിറ്റിയാണ്. അതിൽ നമ്മൾക്ക് ട്രസ്റ്ററും ഉണ്ടാകും ട്രസ്റ്റിയും ഉണ്ടാകും. ഈ ട്രസ്റ്റർ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്ത ഒരു പാർട്ടിനെയാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ലൈക്ക് ഓണർ അങ്ങനെ നമ്മൾ പറയാം. ദെൻ അതേപോലെ തന്നെ ഈ ട്രസ്റ്റി എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടി, ആ ഓണർ തരുന്ന ആ റൈറ്റ് കിട്ടുന്നല്ലോ ആ വ്യക്തിനെയാണ് നമ്മൾ ട്രസ്റ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടാണ് നമ്മൾ ട്രസ്റ്ററും ട്രസ്റ്റിയും എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ്. ദെൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ട്. നമ്മൾക്ക് ട്രസ്റ്റി പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. ബെനിഫിഷ്യറി എന്ന് പറയുകയാണെങ്കിൽ ആ ബെനിഫിറ്റ്സ് കിട്ടുന്ന വ്യക്തിനെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് 3 ടൈപ്സ് ആണ് പറയുന്നത്. പ്രൈവറ്റ് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ്, പബ്ലിക് കം പ്രൈവറ്റ് ട്രസ്റ്റ് എന്നുള്ള 3 ട്രസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റിനെയാണ് പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ ക്ലോസ്ഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ പാർട്ടീസ് ഉണ്ടാകും. ആ പാർട്ടീസിന് മാത്രമേ കാര്യങ്ങളും എല്ലാം അറിയത്തുള്ളൂ. ആ പാർട്ടീസ് മാത്രമായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങോട്ട് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതും എല്ലാം വന്നിട്ട് ആ ട്രസ്റ്റിന്റെ ഉള്ളിലുള്ള ഇത്ര പേരൊന്നുണ്ടാകും, അവർ മാത്രമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് ഈ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദ ബെനിഫിഷ്യറി ക്യാൻ ബി ഐഡന്റിഫൈഡ്. ദീസ് ആർ 2 ടൈപ്സ് ഓഫ് പ്രൈവറ്റ് ട്രസ്റ്റ്. അതായത് നമ്മൾ 2 പ്രൈവറ്റ് ട്രസ്റ്റിൽ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ ബെനിഫിഷ്യറി ക്യാൻ ബി ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 2 ടൈപ്സ് ഓഫ് പ്രൈവറ്റ് ട്രസ്റ്റ് പറയാം. സ്പെസിഫിക് ട്രസ്റ്റും ഡിസ്ക്രിയേഷണറി ട്രസ്റ്റ് എന്ന് പറയുന്ന 2 ട്രസ്റ്റ് ആണ് വരുന്നത്. അതിൽ സ്പെസിഫിക് ട്രസ്റ്റ് എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ് ആൻഡ് ഷെയർസ് ഓഫ് ദ ബെനിഫിഷ്യറീസ് ആർ സ്പെസിഫൈഡ് ആയിരിക്കും. ഓക്കെ, അവരുടെ ബെനിഫിഷ്യറീസും അതേപോലെ തന്നെ അവിടുത്തെ ഷെയർസ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ആണ്. ദെൻ ഈ ഡിസ്ക്രിയേഷണറി ട്രസ്റ്റ് എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ് ഓർ ഷെയർസ് ഓഫ് ദ ബെനിഫിഷ്യറീസ് ആർ നോട്ട് ബി സ്പെസിഫൈഡ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് എക്സാമ്പിളും പറയുന്നുണ്ട്. എ ട്രസ്റ്റ് ക്രിയേറ്റഡ് ഫോർ ദ റിലേറ്റീവ് ആൻഡ് ഫ്രണ്ട്സ് ഓഫ് ദ അതർ. ദ പ്രൈവറ്റ് ട്രസ്റ്റ് ഡസ് നോട്ട് എൻജോയ് എനി ടാക്സ്
ഓക്കെ, ഇതിനെയാണ് നമ്മളുടെ ഈ ഡിസ്ക്രിയേഷണറി ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് എക്സംഷൻ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അതാണ് ഈ പ്രൈവറ്റ് ട്രസ്റ്റ്. ദെൻ വരുന്നത് പബ്ലിക് ട്രസ്റ്റ് ആണ്. പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉള്ളതാണ്. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ട്രസ്റ്റ്, എഡ്യൂക്കേഷനിലൂടെ അതേപോലെ തന്നെ ഓപ്പൺസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ട്രസ്റ്റുകളും സ്പോൺസർഷിപ്പുകളും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ പബ്ലിക് ട്രസ്റ്റിന്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, പബ്ലിക് ട്രസ്റ്റിൽ തന്നെ നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പബ്ലിക് കം പ്രൈവറ്റ് ട്രസ്റ്റ് ആണ്. ഇതില് there may be certain trust whose part of the income may be applied for public purpose and the part may be go to the private purpose. ഓക്കെ, പ്രൈവറ്റും ആസ് വെൽ ആസ് പബ്ലിക്കും രണ്ട് രീതിയിലും വരുന്നതാണ്. അത് അതായത് ഹാഫ് പോർഷൻ നമ്മൾ പബ്ലിക്കലി ഉള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, ഹാഫ് പോർഷൻസ് എന്നുള്ളത് പ്രൈവറ്റ്ലി ഉള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ബേസിസിൽ പറയാം. ദെൻ പ്രൈവറ്റ് എന്നാണെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആരെങ്കിലും ഫാമിലീസിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ വരുന്ന സമയത്ത് ഓർപ്പാൻസ് ആ രീതിയിലോട്ട് അവർ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് പബ്ലിക് കം പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ ബേസിസിൽ, അതായത് നമ്മുടെ ട്രസ്റ്റിന്റെ ബേസിസിൽ ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. ആ പ്രോബ്ലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ട്രസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് എക്സംഷൻ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 11 to 13 എന്നുള്ളതിന്റെ ബേസിസിലാണ് വരുന്നത്. നമ്മുടെ ഡിഡക്ഷൻസും കാര്യങ്ങളും നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ഇതിൽ പ്രൈവറ്റ് ട്രസ്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും കൊടുക്കാനില്ലല്ലോ, നമുക്ക് എക്സംഷൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടാറുമില്ല. ദെൻ നമ്മുടെ പബ്ലിക് ട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് എക്സംഷൻ ഉണ്ട്. പ്രൈവറ്റും പബ്ലിക്കും ആണെങ്കിൽ പബ്ലിക് പർപ്പസിന് കിട്ടും നമുക്ക് എക്സംഷൻ, പ്രൈവറ്റ് പർപ്പസിനാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടത്തില്ല. ഓക്കെ, അതിന്റെ ബേസിസിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൈവറ്റ് കം പബ്ലിക് ട്രസ്റ്റ് എന്നുള്ളതിന്റെ ബേസിസിൽ കൊടുക്കുന്നത്. ഓക്കെ, സെക്ഷൻ 11 to 13 എന്നുള്ളതിന്റെ ബേസിസിലാണ് എക്സംഷൻ വരുന്നത്. അപ്പൊ ഈ സെക്ഷൻസ് എന്ന് പറയുന്നത് ദ ഫോളോയിങ് ഇൻകംസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫ്രം ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ഓഫ് ദ സെക്ഷൻ 11. സെക്ഷൻ 11 നമ്മൾക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇൻകം ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് അണ്ടർ ട്രസ്റ്റ് ഹോളി ഓർ പാർട്ട്ലി ഫോർ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പേർപ്പസിന് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആദ്യത്തെ ഒരു ബേസിസിൽ വരുന്ന സെക്ഷൻ 11 വരുന്നതാണ്. ദെൻ രണ്ടാമത്തത് സെക്ഷൻ 11 വരുന്നത് ഇൻകം ഇൻ ദ ഫോം ഓഫ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് വിത്ത് സ്പെസിഫിക് ഡയറക്ഷൻ ദാറ്റ് ദേ ഷാൽ ഫോം ദ ട്രസ്റ്റ് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നത് നമ്മളുടെ സെക്ഷൻ 11 വരുന്നതാണ്. ദെൻ സെക്ഷൻ 12 പറയുകയാണെങ്കിൽ ഇൻകം ഡിറൈവ്ഡ് ബൈ എ ട്രസ്റ്റ് ബിക്കം വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഓർ അതർ ദാൻ കോർപ്പസ് ഡൊണേഷൻ ഡീംഡ് ടു ദ ഇൻകം അണ്ടർ സെക്ഷൻ 11. അതായത് അണ്ടർ സെക്ഷൻ 11 വരുന്ന ഒരു കോർപ്പസ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കോർപ്പസ് ഡൊണേഷൻ ഉണ്ട്, അതിന്റെ ബേസിസിൽ വരുന്നത് നമ്മൾ സെക്ഷൻ 12 പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് കോർപ്പസ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് പറയും. ഓക്കെ, അതിന്റെ ബേസിസിലായി നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ വരുന്നത് സെക്ഷൻ 13 ആണ്. സെക്ഷൻ 13 15% ഓഫ് ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പേർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സംഷൻ ആണ്. ദെൻ അതേപോലെ തന്നെ 85% ഓഫ് ദ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ഈസ് എക്സം ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പേർപ്പസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതും നമ്മളുടെ എക്സംഷനിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാനൊന്നും ഇല്ലല്ലോ, ബിക്കോസ് എന്ത് സെക്ഷനിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇപ്പൊ സെക്ഷൻ 11 വരുന്നത് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടി, അതിൽ ഹോളിയോ അല്ലെങ്കിൽ പാർട്ട്ലിയോ നമ്മൾ ചാരിറ്റബിൾ പർപ്പസ് അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സംഷൻ ആണ്. അതേപോലെ തന്നെ വോളണ്ടറി കോൺട്രിബ്യൂഷന്റെ ബേസിസിൽ സ്പെസിഫിക് ഡയറക്ഷന്റെ ബേസിസിൽ നമ്മൾ ട്രസ്റ്റിന് യൂസ് ചെയ്തിരുന്നാൽ അതും എക്സംഷൻ ആണ്. ദെൻ സെക്ഷൻ 12 ബേസിസിൽ പോവുകയാണെങ്കിൽ വോളണ്ടറി കോൺട്രിബ്യൂഷൻ കോർപ്പസ് ഫണ്ടിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു എക്സംഷൻ ആണ്. ദെൻ സെക്ഷൻ 13 ബേസിസിൽ പോവുകയാണെങ്കിൽ 15% നമ്മളുടെ ഇൻകം ഫ്രം പ്രോപ്പർട്ടിന്റെ ബേസിസിൽ റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സംഷൻ ആണ്. ദെൻ 85% ഓഫ് ഇൻകം ട്രസ്റ്റ് എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട് ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസിന് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് അല്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്ഷൻ വരുന്നത്. ദെൻ ഇതിന്റെ ബേസിസിൽ നമുക്കൊരു പ്രോബ്ലം, ഇത് നിങ്ങളുടെ എക്സാമിന് ഇതിന്റെ മുന്നിൽ ചോദിച്ച കണ്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷെ അമൗണ്ടിൽ വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മളുടെ ലാസ്റ്റ് നിങ്ങളുടെ എക്സാം സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അമൗണ്ടിൽ വരുന്ന ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ കൊയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡിറൈവ്ഡ് ആൻ ഇൻകം ഓഫ്
rupees 10 lakh from property held for charitable purpose during the assessment year 2024-25. It include rupees 70,000 by way of tax deducted from a part of such income at sources. During the year, the trust spent 5,50,000 for charitable purpose. കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം. ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് 3 വെയിറ്റേജിന് വരുന്നതാണ്. നമ്മുടെ സെക്ഷൻ ബിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 or 2 ടൈംസ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതല്ലാതെ നിങ്ങൾക്ക് അന്നൊരു തിയറിയാണ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റും പ്രൈവറ്റ് ട്രസ്റ്റും. അതെന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ടൈപ്സ് ഓഫ് ട്രസ്റ്റ് എന്താന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് സെയിം ഈ എമൗണ്ടിലും ദെൻ എമൗണ്ട് വേരിയേഷൻ വന്നിട്ട് അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ. ഇതല്ലാതെ ഇതുവരെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുമില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുമില്ല. ഓക്കെ, സോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബേസിസിൽ പഠിക്കുക. നിങ്ങൾക്ക് ഈ സെക്ഷൻസ് അറിയാലോ, ഇത് മാത്രമാണ് എക്സംഷൻ വരുന്നത്. ഇതിന്റെ ബേസിസിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസും വരുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കാം. ആദ്യം എഴുതേണ്ടത് നമ്മുടെ ഇൻകം ഓഫ് ട്രസ്റ്റ് ആണല്ലോ. ഓക്കെ, ഇൻകം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇൻകം പറയുന്നത് 10 lakh ആണ്. 10 lakhന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സെക്ഷൻ ലെവൽ ടു 13 വരെ നമ്മൾക്ക് എക്സംഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചതായിട്ടോ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് ഇൻകം ഉണ്ടായിരുന്നു, 10 lakh ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ ഫ്രം പ്രോപ്പർട്ടി ഹെൽപ്പ് ഫോർ ചാരിറ്റബിൾ പർപ്പസിന്റെ ബേസിസിലാണ് അതെന്ന് പറഞ്ഞു. ദെൻ ഇൻക്ലൂഡ് 70,000 ബൈ വേ ഓഫ് ഡിഡക്റ്റഡ് ഫ്രം ദ പാർട്ട് ഓഫ് സച്ച് ഇൻകം അറ്റ് സോഴ്സസ്. ഇൻകം അറ്റ് സോഴ്സസിന്റെ ബേസിസിലാണ് നാം പറഞ്ഞിട്ടുള്ളത്. ദെൻ അതേപോലത്തെ ഒരു ട്രസ്റ്റ് ഒരു 5,50,000 ചാരിറ്റബിൾ പർപ്പസിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതല്ലാതെ നമ്മൾക്ക് ഇവിടെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പറയുന്ന അതായത് നമ്മുടെ ഈ 10 lakh എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മളുടെ ഒരു 15% എന്ന് പറയുന്നത് പ്രോപ്പർട്ടിന്റെ ബേസിസിൽ യൂസ് ചെയ്തിരുന്നാൽ ഒരു എക്സംഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ സെക്ഷൻ 13 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സെക്ഷൻ 13 വരുന്ന 10 lakhന്റെ 15% നമ്മളിവിടെ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 1,50,000 മൈനസ് ചെയ്തിട്ട് 8,50,000 ആയിരിക്കും നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ 8,50,000 അല്ലാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചാരിറ്റബിൾ പർപ്പസിന് ഒരു 5,50,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 70,000 നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5,50,000 70,000 6,20,000 നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടി നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അത് തന്നെ നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് ആണ് എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ഫുള്ളി എക്സംപ്റ്റഡ് ആണ് എന്നാണ് നമ്മുടെ സെക്ഷൻ ലെവലിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 8,50,000 ഈ 6,20,000 മൈനസ് ചെയ്യുകയാണെങ്കിൽ 2,20,000 ആണ് നമ്മൾക്ക് ടാക്സബിൾ ഇൻകം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ട്രസ്റ്റ് എന്നുള്ളതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ വരുന്നത്. ഈ സെക്ഷൻസ് നോക്കുക, സെക്ഷൻസിൽ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ദെൻ ഈ 15% അല്ലാതെ നമ്മൾക്ക് വരുന്ന ഒന്നാണ് 85%. ഓക്കെ, ഈ 85% എന്ന് പറയുന്നത് ട്രസ്റ്റ് എക്സംപ്റ്റഡ് ഇഫ് യൂസ്ഡ് ഫോർ ദ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പേർപ്പസിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എടുക്കണം. ദെൻ അതല്ലാതെ നമ്മൾക്ക് വരുന്നത് സെക്ഷൻ 12 ആണ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്തിട്ട് അവിടെ കാണിക്കുക. ഓക്കെ, ദെൻ ഇതല്ലാതെ തന്നെ ഇവിടെ നമുക്ക് ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 2,30,000 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇത് മാത്രമാണ് ടാക്സബിൾ ഇൻകം മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ നമ്മൾക്ക് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ അതായത് നമുക്ക് കിട്ടിയ ഈ ടാക്സബിൾ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുമല്ലോ, ആ കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ദെൻ നമ്മൾ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മളുടെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തതിനു ശേഷം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ 6 lakh എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ വരികയാണെങ്കിൽ ആ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾക്ക് അറിയാലോ, അതായത് ട്രസ്റ്റിന്റെ ബേസിസിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 2,50,000 വരെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 2,50,000 വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 2,50,000 ആണെങ്കിൽ അതിന് 5%. ദെൻ 2,50,000 കഴിഞ്ഞിട്ട് അതിനുശേഷം ബാലൻസ് എത്ര എമൗണ്ട് ആണ് എന്നാണെങ്കിൽ ബാലൻസ് നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടെന്നാണെങ്കിലും അതിന് നമ്മൾ 20% എന്നുള്ളതിന്റെ ബേസിസിൽ വെച്ചിട്ട് വേണം നമ്മൾ ടാക്സ് അടയ്ക്കാനായിട്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സെസ് ആയിട്ടുള്ള 4% നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ടാക്സ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഈ ടാക്സിൽ വരുന്നത്. ഇതിന് നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് വരുന്നത് അതിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ദെൻ മറ്റൊരു കണക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അതായത് പ്രോബ്ലം ആസ് വെൽ as അതിന്റെ ആൻസർ. ഇത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, സെയിം കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞ എക്സംഷന്റെ ബേസിസിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ലിമിറ്റ് അല്ലാതെ വരുന്ന ഒരു കാൽക്കുലേഷൻ, അതായത് 2,30,000 വരെയാണ് 2,50,000 വരെയാണല്ലോ ലിമിറ്റ്. 2,50,000 എബോവ് ആണെങ്കിൽ അതിന്റെ ഒരു കാൽക്കുലേഷൻ കൂടി അതിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതുകൂടി നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.